ഹലോ ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് റമദാൻ ഒന്നാണല്ലോ. അപ്പോൾ രാവിലെ തന്നെ പണികളൊക്കെ വേഗം കഴിഞ്ഞു. റേഷൻ അരി കൊണ്ടുവന്ന് വെച്ചതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ബക്കറ്റിലിട്ടേക്കാം. പഴയ അരി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പഴയ അരി മേലെടുത്ത് വെച്ചാൽ നമുക്ക് വേഗം എടുക്കാമല്ലോ. ഇപ്പം അരിക്കൊന്നും അധികം ആവശ്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇന്ന് പലഹാരം ഉണ്ടാക്കാൻ ചിക്കനും കിഴങ്ങും വെച്ചിട്ട് മസാല ഉണ്ടാക്കി സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കണം. അപ്പോൾ അതിനുള്ള ഉള്ളി തക്കാളിയൊക്കെ നമുക്കൊന്ന് വെട്ടി മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് വേഗം മസാല റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം പച്ചമുളക്, തക്കാളി, മല്ലിച്ചപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടാൻ മറന്നായിരുന്നു. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ചിക്കനും കിഴങ്ങും ഇട്ട് കൊടുക്കണം. പിന്നെ വൈകുന്നേരത്തിനുള്ള ജ്യൂസൊക്കെ മോളാണ് കലക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ റമദാൻ ഒന്നിനെടുത്തതാണ്. അപ്പോൾ എല്ലാ വീഡിയോസും ഇടണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ കൈൻ മാസ്റ്റർ ഡിലീറ്റായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇടാണ്ടിരുന്നത്. പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ സമൂസ ഷീറ്റിൽ മസാലയൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് മോൾ തന്നെയാണ് തരുന്നതൊക്കെ. എന്നാൽ പിന്നെ പണികളൊക്കെ വേഗം ആവുമല്ലോ. അപ്പോൾ പലഹാരങ്ങളൊക്കെ റെഡിയായി. പലഹാരം എന്ന് പറയാനുള്ള സമൂസ മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ബിരിയാണി വെക്കണം. അപ്പോൾ ആ എണ്ണയിൽ തന്നെ മസാല റെഡിയാക്കി. പിന്നെ ബീഫൊക്കെ രാവിലെ തന്നെ വേവിച്ച് വെച്ചായിരുന്നു. പിന്നെ ബിരിയാണി വെക്കണ വീഡിയോ ഒന്നും ഇടുന്നില്ല. അപ്പോൾ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.